Good morning. Adar miss ningale patticha. Adar miss varnale. Vandana miss aanu angeyna. Okay. Idira urgent program undayirunnu appo. Chilapo enki ettan pattilla annundengil Vandana miss inodu keran pannittundairunnu. Adane. ഇതിന് എത്തിയതുകൊണ്ടാണ് കയറിയത് കേട്ടോ. നമ്മള് കമ്പോണൻസ് ആണ് അല്ലെ നമ്മൾ പറഞ്ഞത്. കമ്പോണൻസ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് അതുപോലെ തന്നെ പേഷ്യന്റ് മാനേജ്മെന്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തൊട്ട് നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫെസിലിറ്റി മാനേജ്മെന്റ്. എന്താണ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? എന്താ ഫെസിലിറ്റി അറിയോ? എന്താണ് ഫെസിലിറ്റി എന്ന് നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റിലൊക്കെ പഠിച്ചില്ലേ? അതിന്റെ കമ്പോണന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞല്ലേ, ഫെസിലിറ്റി, എമ്യൂണിറ്റി. ഓർമ്മയില്ല? എന്താണ് ഫെസിലിറ്റി എന്ന് പറഞ്ഞാല്? സൗകര്യങ്ങൾ അല്ലെ. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളില് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, to facilitate a smooth experience for patients, it is necessary for staff to have easy access to necessary hospital records. A facility management module of HMS help you to keep records of bed availability, occupancy status of rooms with the specialized care and more. It collects all such information and make it easily available to the receptionist. If the hospital has different facilities, then an HMS connects them to provide an overall picture. For example, doctors can access patient data from any hospital. Patient can visit any hospital in a basis of their convenience, as all the records are available online. അപ്പോ ഫെസിലിറ്റി മാനേജ്മെന്റിൽ പറയുന്നത് ഒരു എന്താണ്, റിസപ്ഷനിസ്റ്റിന് ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, റിസപ്ഷനിസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണാം റിസപ്ഷനിസ്റ്റിനെ. ആ റിസപ്ഷനിസ്റ്റിന് എല്ലാ കാര്യങ്ങളും സെക്കൻഡ് പാരഗ്രാഫിലെ കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ പറയാം, ഓവറോൾ ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോ ആ റിസപ്ഷനിസ്റ്റിന് എന്താണ്, എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ നടക്കുന്ന അപ് ടു ഡേറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഡോക്ടേഴ്സിന് ഈസി ആയിട്ട് മെഡിക്കൽ റെക്കോർഡുകൾ ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് മറ്റു ബ്രാഞ്ചിലേക്ക് രോഗിയെ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ബ്രാഞ്ചിൽ നിന്ന് ആ ബ്രാഞ്ചിലേക്ക് നമ്മൾ മെഡിക്കൽ റെക്കോർഡ് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല. ഓക്കെ, എങ്ങനെയാണ് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? മറ്റു ബ്രാഞ്ചിലെ ഡോക്ടേഴ്സിനൊക്കെ HMS-ലൂടെയാണ് അല്ലെ, അല്ലെങ്കിൽ HIS-ലൂടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ മറ്റു ബ്രാഞ്ചിലേക്ക് രോഗികളെ മറ്റു ബ്രാഞ്ചിലെ രോഗികളെ നമ്മളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബ്രാഞ്ചിലോട്ട് ഈ രോഗിയുടെ മെഡിക്കൽ റെക്കോർഡ് കൊടുത്തു വിടേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സൗകര്യങ്ങളും ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എന്തൊക്കെ സൗകര്യങ്ങളാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഈ ബെഡ് അവൈലബിലിറ്റി നമുക്ക് അതിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞാൽ ഫെസിലിറ്റി മാനേജ്മെന്റ് മൊഡ്യൂളില് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അവൈലബിൾ ആയിരിക്കും എത്ര ബെഡുകളാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ റെക്കോർഡ്സ് നമുക്ക് അതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, നിലവിൽ എത്ര റൂമുകളുണ്ട്, ഓക്കെ, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ചില രേഖകളും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും, HMS-ല് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഫെസിലിറ്റി
മാനേജ്മെന്റ് മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ബെഡ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത്, അതുപോലെ തന്നെ എത്ര റൂമുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, എത്ര പേര് ഡിസ്ചാർജ് ആയിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫെസിലിറ്റി മാനേജ്മെന്റിൽ പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂള്. അപ്പോ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളിൽ എന്തൊക്കെയായിരിക്കാം എന്തായിരിക്കാം അറിയാൻ പറ്റുമോ? ആ മൊഡ്യൂള് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. എന്തൊക്കെയായിരിക്കാം സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫിലെ റെക്കോർഡ്സ് ഉണ്ടാവും, സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഓക്കെ, ജോബ് അല്ലെ, ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഏതൊക്കെ എന്താണ് ഏതൊക്കെ സ്റ്റാഫുകൾക്കാണ് ഏതൊക്കെ ഡ്യൂട്ടീസ് ഉള്ളത്, ഏതൊക്കെ റെസ്പോൺസിബിലിറ്റി ആണ്, അവരുടെ ജോബ് അല്ലെ, ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടാവും, ഡ്യൂട്ടീസ്, അത് തന്നെയാണ് മിസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. സ്റ്റാഫ് മാനേജ്മെന്റ്, ടൈമിങ് കാര്യങ്ങള്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, the staff management module facilitates a concrete solution to the HR department. It includes records of hospital staff, job description, service domain, and other important details. It helps you to realize your staff without going through a heavy bundle of files. Accordingly, it enables us to plan the hearing process based on the requirements of the hospital. അപ്പൊ ഇവിടെ പറയുന്നത് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, മനസ്സിലായല്ലേ? ഓക്കെ, സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളില് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ റെക്കോർഡ്സ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, അവർ ചെയ്യുന്ന ജോലി എന്തൊക്കെയാണ്, സർവീസ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, പ്രവൃത്തി പരിചയം എത്രയാണ്, അങ്ങനെയുള്ള മറ്റു ഡീറ്റെയിൽസുകളും സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസുകളും ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂളില് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, ഇത്രയും ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് ആണ് സപ്ലൈ മാനേജ്മെന്റ്. A hospital cannot afford to the short of medical supplies. Not having medicine at the right time or a minor delay in refills can lead to severe result. A supply management എന്താണ്? സർവീസ് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രവൃത്തി പരിചയം എത്രയാണ് എന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. പ്രവൃത്തി പരിചയം. ഓക്കെ, the supply management factor of the HMS tracks the availability of medical stocks. It helps you determine the minimum quantity of supplies required without any hassle. It records the purchase date, quantity consumed, and supply details. That way you can calculate or forecast the next purchase and reorder before the stock goes short. It also provides details of medicine available so that the doctors can prescribe the ones in stock. ഇവിടെ പറയുന്നത് സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂള് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പറയാൻ പറ്റുമോ? സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂള് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതായിരിക്കും?
മെഡിക്കൽ സപ്ലൈസ് അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലില് കുറെ അധികം സ്റ്റോക്കുകൾ അല്ലെ, ഡ്രഗ്സുകൾ അല്ലെ, പ്രധാനമായിട്ടും കൂടുതൽ ഡ്രഗ്സുകൾ, മെഡിസിൻസുകൾ, അതുപോലെ സപ്ലൈസുകൾ യൂസ് ചെയ്യാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട മൊഡ്യൂളാണ് ഇത് സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്, മെഡിക്കൽ സപ്ലൈസ് എന്ന് പറയുന്നത് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള ഡ്രഗ്സുകളോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ പ്രവർത്തിക്കുമോ അത്, അല്ലെങ്കിൽ അവിടേക്ക് പേഷ്യൻസ് വരാനായിട്ട് ഇടവരുമോ? ഇല്ല. നല്ല രീതിയിൽ അല്ലെ, നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എന്താണ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ സപ്ലൈസ് ആണ് അല്ലെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. മരുന്നുകള് ഏതെങ്കിലും ഷോർട്ടേജ് വന്നിട്ടുണ്ടോ? നമുക്കറിയാൻ പറ്റും ഈ സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ എന്തെങ്കിലും ഷോർട്ടേജ് വന്നിട്ടുണ്ടോ, എത്ര മരുന്നുകൾക്കാണ് അവിടെ, എത്ര മരുന്നുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്, അതുപോലെ മരുന്നുകളുടെ കംപ്ലീറ്റ് ചെക്ക് ലിസ്റ്റ് സൂക്ഷിക്കുന്നതും ഇതിനകത്താണ്, സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. മാത്രമല്ല എത്ര ക്വാണ്ടിറ്റിയിലാണ് മരുന്നുകൾ വാങ്ങിച്ചിരിക്കുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും, ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ ഏത് സപ്ലറിയിൽ നിന്നാണ് നമ്മൾ അത് വാങ്ങിച്ചിരിക്കുന്നത്, സപ്ലറിയുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും, എപ്പോഴാണ് നമ്മൾ ആ മരുന്നുകൾ അല്ലെങ്കിൽ ആ മെഡിക്കൽ സപ്ലൈസ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും എവിടെ ഉണ്ടാകുന്നുണ്ട്, ഈ HMS അല്ലെ, ഈ മൊഡ്യൂളിൽ ഏതാണ്, സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോ മരുന്നുമായിട്ട് മെഡിക്കൽ സപ്ലൈസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതിനകത്ത് നോക്കിയാൽ മതി, സപ്ലൈ മാനേജ്മെന്റ് മൊഡ്യൂളിൽ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നോക്കാം നമുക്ക്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫാക്ടർ of the HMS deals with the financial affairs of your hospital. It evaluates, stores, and presents the billing information to the patient. In addition to this, it also records the expenses incurred by the hospital, revenue data, and other financial details of the hospital. This consolidation saves you the trouble of analyzing an enormous pile of record book. അപ്പൊ എന്താണ്, ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലായില്ലേ ഇതിനകത്ത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിൽ ഉണ്ടാകുന്നത് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഏതൊക്കെ ഡീറ്റെയിൽസ് ആയിരിക്കാം, ഒരു ഹോസ്പിറ്റലിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങള് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്, HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെയാണ്. ഓക്കെ, സാമ്പത്തിക പ്രവർത്തനങ്ങള് കൈകാര്യം ചെയ്യുന്നത് HMSന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിലൂടെയാണ്. ഇനി കംപ്ലീറ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ഇൻഫർമേഷൻസ് അതിനകത്ത് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടുള്ള ബില്ലിംഗ് ഇൻഫർമേഷൻസുകള്, അതുപോലെ ഹോസ്പിറ്റലിന് എത്ര റവന്യൂ വരുന്നുണ്ട്, ഓക്കെ, എത്ര റവന്യൂ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എത്ര എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, ചിലവുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഈ മൊഡ്യൂളിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, റവന്യൂ, എക്സ്പെൻസസിന്റെ കാര്യങ്ങള്, അതുപോലെ തന്നെ ബില്ലിങ്ങിന്റെ ഡീറ്റെയിൽസുകള്, ഇതൊക്കെ ഏതിലാണ് സൂക്ഷിക്കുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. ഈ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന് എത്ര ചിലവ് വരുന്നുണ്ട്, എത്ര വരുമാനം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ബില്ലിംഗ് ഡീറ്റെയിൽസുകൾ, ഇതൊക്കെ സൂക്ഷിക്കുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കി ഇത്രയും കാര്യങ്ങൾ വായിച്ചു നോക്കാം കേട്ടോ.
4 പോയിന്റ്സ് വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണല്ലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കാം. 7th one, ഇൻഷുറൻസ് മാനേജ്മെന്റ്. An HMS, insurance management component, records and stores patients' insurance details. On requirement, it presents the policy number, insurance company and other related information. The software make it easy to retrieve the details, make insurance validation easier. അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂളില് അവൈലബിൾ ആയിരിക്കും അല്ലെ? ഓക്കെ. പേഷ്യൻസിന്റെ ഇൻഷുറൻസുമായിട്ടുള്ള വിശദാംശങ്ങള് നമുക്ക് എന്ത് വേണമെങ്കിലും അതിനകത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. പേഷ്യന്റിന്റെ ഇൻഷുറൻസിന്റെ വിശദാംശങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അതിന്റെ ആവശ്യകതകൾ എന്താണ്, ഇൻഷുറൻസ് കവറേജ് കിട്ടാനായിട്ടുള്ള ആവശ്യകതകള്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പോളിസിയുടെ ഡീറ്റെയിൽസുകൾ ഉണ്ടാകും, കമ്പനിയുടെ പേര്, അതുമായിട്ട് ബന്ധപ്പെട്ട പല ഇൻഫർമേഷൻസും സൂക്ഷിച്ചു വെക്കുന്നത് ഇതിനകത്താണ്, ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂളിലാണ്. ഓക്കെ. ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു രോഗി സർജറിയുമായിട്ട് വരികയാണെങ്കിൽ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഷുറൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാറുണ്ട് അല്ലെ? ഇപ്പൊ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ചോദിക്കാറുണ്ട് ഇൻഷുറൻസ് ഉണ്ടോ ചോദിക്കാറില്ല അവര്, ഹോസ്പിറ്റലുകാരെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അഡ്മിറ്റ് ആകുന്ന ടൈമിൽ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ അതെന്താണ് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഡിസ്ചാർജ് ആവുന്ന ടൈമിലൊക്കെ പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് കയറ്റാനൊക്കെ ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് പറയുന്നത് അഡ്മിറ്റ് ആവുന്ന ടൈമിൽ അവർ നമ്മളോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഏത് ഇൻഷുറൻസ് ആണുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അല്ലേ? ഓക്കെ. അപ്പോ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂളില് പേഷ്യൻസിന്റെ വിശദാംശങ്ങൾ, ഇൻഷുറൻസിന്റെ വിശദാംശങ്ങള്, ആവശ്യകതകള്, ഇൻഷുറൻസ് കമ്പനിയുടെ പേര്, അതുപോലെ തന്നെ എന്താണ് ഇൻഷുറൻസ് പോളിസിയുടെ എല്ലാ ഡീറ്റെയിൽസുകളും, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷൻസുകളും എവിടെ അവൈലബിൾ ആയിരിക്കും? ഇൻഷുറൻസ് മാനേജ്മെന്റ് മൊഡ്യൂളില് അവൈലബിൾ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് ലബോറട്ടറി മാനേജ്മെന്റ്. ഏതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കും ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാല്?
ലാബ് ടെസ്റ്റുകൾ അല്ലെ, നമുക്ക് സംശയം അല്ലെങ്കിൽ സംശയിക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ, ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, the laboratory management features shows the details of a different lab test patient take. It provides report when needed and maintenance all record collectively. The doctors can easily access it. It also notifies the doctor and the patient when the results are ready. അപ്പൊ എന്താണ് ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ലാബ് ടെസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്താണ് ലബോറട്ടറി മാനേജ്മെന്റ് മൊഡ്യൂളാണ് നിയന്ത്രിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാകുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന് ഇപ്പോ ലാബില് വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ഡോക്ടേഴ്സിന്റെ ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, രോഗിയുടെ എല്ലാ ഡീറ്റെയിൽസും HMS-ലൂടെ അയക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, ഇപ്പൊ ലാബിൽ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇരുന്ന് ഡോക്ടർക്ക് അത് കാണാനായിട്ട് പറ്റും അല്ലെ, എന്തൊക്കെയാണ് കാര്യങ്ങള്, എന്തുകൊണ്ടാണ് ഇങ്ങനെ രോഗം വന്നിരിക്കുന്നത്, അപ്പൊ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്, എന്ത് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് നോക്കി ഇത് ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ HMS-ലൂടെ ആ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ ആക്സസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ലബോറട്ടറി മാനേജ്മെന്റില് ടെസ്റ്റ്, ലാബ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് റിപ്പോർട്ട് മാനേജ്മെന്റ്. Report management module records and stores all the reports generated by the hospital. In the case of financial reports, it verifies the performance metrics to check the business profitability. It also provides a comparison between performance report and performance report for different years. An authorized person can access the reports to any time. Besides, you can use healthcare dashboard to present in an easy to read format. അപ്പൊ എന്താണ് റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്, HMS-ന്റെയും റിപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളില് ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായിരിക്കാം? ഒരു ഹോസ്പിറ്റലിന്റെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് എത്ര ലാഭം കിട്ടിയിട്ടുണ്ട്, ഓക്കെ, അതുപോലെ പോയ വർഷത്തെക്കാളും വരും വർഷങ്ങളിൽ എത്രത്തോളം മെച്ചം ഉണ്ടായിട്ടുണ്ട് അല്ലെ, പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും ഈ വർഷം എത്ര വരുമാനം ലഭിച്ചിട്ടുണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ കമ്പാരിസൺ നടത്താനായിട്ട് പറ്റുന്നുണ്ട്. കഴിഞ്ഞ വർഷവും ഈ വർഷവും നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കമ്പാരിസൺ കിട്ടും അല്ലെ. ഓക്കെ, ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്നുള്ള കമ്പാരിസൺ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ പ്രോഫിറ്റും ലോസും നേരിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ചില ആളുകള് ആ ഡാറ്റയിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്താൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഓർഗനൈസേഷന്റെ ഡീറ്റെയിൽസ്, ആ ഡീറ്റെയിൽസിൽ അൺഓതറൈസ്ഡ് ആയിട്ട് നമ്മള് ഡാറ്റ ചോർത്താനായിട്ട് ഇടവരും. ഓക്കെ, നമ്മള് കമ്പ്യൂട്ടറിൽ പഠിച്ചതാണ് അല്ലെ. ഓക്കെ, അങ്ങനെ ചോർത്തുമ്പോ നമ്മുടെ ചിലപ്പോ ഫിനാൻഷ്യൽ ലോസസുകൾ ഉണ്ടാവാം. അങ്ങനെ പല പ്രശ്നങ്ങളും, ഡാറ്റ നഷ്ടപ്പെടാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല ലോസസുകൾ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡാഷ്ബോർഡ്, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്രാത്തിലൂടെയോ അല്ലെങ്കിൽ ചാർട്ടിലൂടെയോ വിവരങ്ങള് പ്രദർശിപ്പിക്കും. ഓക്കെ, ഇപ്പോ ഞാൻ പറഞ്ഞു നേരിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കായാലും ഏത് പൊട്ടന്മാർക്കായാലും എന്താണ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. ഇങ്ങനെ ഡയഗ്രാത്തിലൂടെയോ അതുപോലെ തന്നെ ചാർട്ടുകളിലൂടെയോ നമ്മൾ വരച്ച് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എന്താണ് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ ഡാറ്റ ചോരാതിരിക്കാനായിട്ടോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എൻട്രി നടത്താതിരിക്കാനായിട്ടോ
ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്രത്തിലൂടെയോ ചാർട്ടിലൂടെയോ ഇങ്ങനെയുള്ള വിവരങ്ങള് പ്രദർശിപ്പിക്കുന്നതിനെയാണ് ഹെൽത്ത് കെയർ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് എന്ത്? വാക്സിനേഷൻ മാനേജ്മെന്റ്. A vaccination module keep track of all the completed and or upcoming vaccinations. It update you about the upcoming vaccinations and book a slot with the doctor. It also send timely reminders to patients to make sure they do not miss the slot. അപ്പൊ എന്താണ് വാക്സിനേഷൻ? വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ രോഗികൾക്ക് കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ കുത്തിവെപ്പുകൾ എടുക്കണം അല്ലെ. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവന്റെ എല്ലാ വാക്സിനേഷനും അവിടുത്തെ സിസ്റ്റത്തിൽ ഉണ്ടാവും അല്ലെ. ഇത്ര മാസത്തില് അല്ലെങ്കിൽ ഇത്ര വയസ്സില് എടുക്കണം. BCG, അതുപോലെ തന്നെ എന്താണ് 1.5 വയസ്സ്, 3.5 വയസ്സ്, അങ്ങനെ 9 മാസം, അങ്ങനെ നമ്മള് എടുത്തുകൊള്ളണം. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളെ വീട്ടിൽ വന്നൊക്കെ ആശാ വർക്കേഴ്സ് ഒക്കെ പറയും, വാക്സിനേഷൻ എടുക്കാറായിട്ടുണ്ട് കേട്ടോ, അടുത്ത ആഴ്ച വന്ന് എടുത്തോളൂ ഇല്ലേ, പറയാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ നമ്മ രോഗികൾക്ക് എന്ത് കൊടുക്കണം? ഈ വാക്സിനേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു കുട്ടിയെ നമ്മൾ കൊണ്ടുവരുമ്പോൾ രജിസ്റ്റർ ചെയ്തു, അവനിപ്പോ 5 വയസ്സാകുമ്പോ ഒരു ഇഞ്ചക്ഷൻ, ഇനി 10 വയസ്സില് പിന്നെയും അടുത്ത ഇഞ്ചക്ഷൻ എടുക്കണം, ഇനി 15 വയസ്സാകുമ്പോ അടുത്ത ഇഞ്ചക്ഷൻ എടുക്കണം അല്ലെ. അപ്പോ അങ്ങനെ എന്താണ് രോഗിയുടെ ആ ടൈമില് വാക്സിനേഷൻ നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ ഏതൊക്കെ ടൈമിലാണ് ആ കുട്ടിക്ക് വാക്സിനേഷൻ എടുക്കേണ്ടത്? 5 വയസ്സ് എപ്പോഴാകുന്നോ ആ ടൈമിൽ നമ്മളോട് പറയാറുണ്ട് വാക്സിനേഷൻ എടുക്കണം. ഇനി 10 വയസ്സാകുമ്പോൾ അവര് പറയും ഇന്ന ടൈമിൽ വന്നോളൂ, വാക്സിനേഷൻ എടുക്കാറായിട്ടുണ്ട്. ഓക്കെ, ഇനി 15 വയസ്സാകുമ്പോഴും എന്താണ് നമ്മൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്? വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾ ഉള്ളത്. ഓക്കെ, ഓരോ കുട്ടികളെയും നമ്മൾ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ടൈമില് അവർ നമുക്ക് ഇൻഫർമേഷൻ തരാറുണ്ട് ഇല്ലേ. വാക്സിനേഷൻ എടുക്കേണ്ട ഡേറ്റ് ആകുമ്പോൾ ഇൻഫർമേഷൻ തരാറുണ്ട്. അതാണ് പറയുന്നത് വാക്സിനേഷൻ മാനേജ്മെന്റ് മൊഡ്യൂൾ. ഈ മൊഡ്യൂളിൽ നിങ്ങളുടെ വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ഓക്കെ, 4 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്: ഇൻഷുറൻസ് മാനേജ്മെന്റ്, ലബോറട്ടറി മാനേജ്മെന്റ്, റിപ്പോർട്ട് മാനേജ്മെന്റ്, വാക്സിനേഷൻ മാനേജ്മെന്റ്. വായിച്ചു നോക്കി. ഓക്കെ, ഇതും കൂടിയും പറഞ്ഞു കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. സപ്പോർട്ട് മാനേജ്മെന്റ്. ഓക്കെ, കമ്പോണൻസ് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സപ്പോർട്ട് മാനേജ്മെന്റ് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. Patient satisfaction is one of the important for any hospital. It segments record data like inquiries, complaints, requests, and feedback from patients. It also ensures that they handle these requests and problems appropriately and at the earliest. You can make automatic feedback allocation process automatic to reduce the staff's job loaded, and everyone could fill out the feedback from. അപ്പൊ എന്താണ് ഈ എന്താണ് പറയുന്നത്? സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ മൊഡ്യൂളിലൂടെ സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ, പേഷ്യന്റിന്റെ സംതൃപ്തി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ സപ്പോർട്ട് മാനേജ്മെന്റ് വഴി സാധ്യമാകുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ്. പേഷ്യൻസിന് പല കംപ്ലൈന്റ്സ് ഉണ്ടാവാം അല്ലെ, അതുപോലെ തന്നെ റിക്വസ്റ്റ് അഭ്യർത്ഥനകൾ ഉണ്ടാവാം, അതുപോലെ എൻക്വയറീസ് നടത്താം അല്ലെ. അവര്
ഓക്കെ, എൻക്വയറീസ് നടത്താം, അതുപോലെ അവർക്ക് ഫീഡ്ബാക്ക് നമ്മൾ കളക്ട് ചെയ്യാം. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ സംതൃപ്തി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പരിഹരിച്ച് അല്ലെ, കംപ്ലൈൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് ഏതൊക്കെ മേഖലകളിൽ ഇംപ്രൂവ് വരുത്തേണ്ടതുണ്ട് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റിക്വസ്റ്റുകൾ ചെയ്യുന്നുണ്ട് അവര്. അതുപോലെ എൻക്വയറീസ്, അന്വേഷണങ്ങൾ അല്ലെ, ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റുകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള മരുന്നുകൾ ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ തരുന്നത്. അപ്പൊ അങ്ങനെയുള്ള പല അന്വേഷണങ്ങളിലും നമ്മൾ ഉത്തരം അവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ. നല്ല രീതിയിൽ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സും നഴ്സുമാരായാലും ബിഹേവ് ചെയ്യുന്നതിലൂടെ അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് അവരുടെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്യുന്നതിലൂടെ ഇംപ്രൂവ് ചെയ്യേണ്ട മേഖലകൾ ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുവഴി പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇൻക്രീസ് ആവാനായിട്ടും സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂള് സഹായിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സപ്പോർട്ട് മാനേജ്മെന്റ് മൊഡ്യൂളിൽ പറയുന്നത്. ഓക്കെ, പേഷ്യൻസിന് പല അഭ്യർത്ഥനകൾ ഉണ്ടാവാം, എൻക്വയറീസ്, കംപ്ലൈൻസ്, അതൊക്കെ നമ്മൾ ആ മൊഡ്യൂളിലൂടെ ഐഡന്റിഫൈ ചെയ്യുകയും ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അത് നമുക്ക് നല്ല രീതിയിൽ പരിഹരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും അതുവഴി അവരുടെ സംതൃപ്തി, പേഷ്യൻസിന്റെ സംതൃപ്തി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇടവരുന്നുണ്ട്. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. 5 പോയിന്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 5 പോയിന്റും ഒന്ന് വായിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ബെനഫിറ്റ്സ് ഓഫ് HMS, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം. ഏതൊക്കെയാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. നമുക്ക് നോക്കാം. 59% of millionaires are willing to switch doctors for better online access. And HMS will enhance the communication between patients and hospital
by allowing patient to approach their medical record, book appointments, receive reminders, and communicate online with their doctors and nurses. You will have enhanced patient engagement and reduction with waiting times and improved patient satisfaction. എന്താണ് ഫസ്റ്റ് ബെനിഫിറ്റിൽ പറയുന്നത്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, HMSലൂടെ പേഷ്യൻസിനും അതുപോലെ ഹോസ്പിറ്റൽസിനും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടത്താനായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് HMSലൂടെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, രോഗികൾക്ക് അവരുടെ മെഡിക്കൽ റെക്കോർഡുകൾ അപ്രോച്ച് ചെയ്യാനായിട്ട് HMSലൂടെ സാധിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മെഡിക്കൽ റെക്കോർഡുകൾ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റും, റിമൈൻഡറുകൾ സ്വീകരിക്കാൻ, അല്ലെ, ഇന്ന ദിവസം വന്ന് കാണാം, അല്ലെ, റിമൈൻഡറുകൾ, അല്ലെങ്കിൽ ഇന്ന ദിവസം ഡോക്ടർ കാണില്ല, അങ്ങനെയുള്ള റിമൈൻഡറുകൾ സ്വീകരിക്കാനായിട്ടും ഡോക്ടർമാർക്കും അതുപോലെ തന്നെ ഡോക്ടർമാരോടും നഴ്സുമാരോടൊക്കെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും രോഗികൾക്ക് അവരുടെ ആശയങ്ങൾ തുറന്നു പറയാനായിട്ടും സഹായിക്കുന്നുണ്ട്. രോഗികൾക്ക് പിന്നെ വെയിറ്റിംഗ് ടൈം നമുക്കറിയാം. പണ്ടത്തെ കാലങ്ങളിലൊക്കെ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് ബുക്ക് ചെയ്ത്, അല്ലെ, അപ്പോയിന്റ്മെന്റ് എന്താണ് ടോക്കൺ എടുത്തിട്ട് പോകും, അല്ലെ, നല്ല രീതിയിൽ കുറെ ക്യൂകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെ, ഒരു 50-60 ടോക്കൺ നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താണ്, കൂടുതൽ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യം വരുന്നത്. ഇപ്പൊ ഓൺലൈൻ വഴി നമ്മളെല്ലാവരും ചിലപ്പോ ഓൺലൈൻ വഴി ആയിരിക്കാം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നത്, അല്ലെ. അപ്പൊ ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പർ ആവുമ്പോൾ പോയാൽ മതി. നമുക്കറിയാം, ഒരു ഇന്ന റേഞ്ചിലുള്ള ടൈമിൽ നമുക്ക് പോവാൻ പറ്റും, അല്ലെ, പോയാൽ മതി. ഡോക്ടർ പെട്ടെന്ന് കണ്ട് പെട്ടെന്ന് തിരിച്ചു വരാം, അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇപ്പോഴുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സാധ്യമാകുന്നുണ്ട്. രോഗികൾക്ക് കുറവ് വെയിറ്റ് ചെയ്ത് നിന്നാൽ മതി. അതുപോലെ തന്നെ അതുവഴി പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആവാനായിട്ടും സാധിക്കുന്നുണ്ട്, അല്ലെ. അവർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനായിട്ടും വെയിറ്റിംഗ് ടൈം കുറയുന്നതിലൂടെയൊക്കെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ആകാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ആൻഡ് HMS helps you maintain hospital data safe and secure. You can control and provide access to authorized personnel only. Make sure to look at the HIPAA. Important ആണ് ട്ടോ. അതിന്റെ എക്സ്പെറന്റ് ഫോം പറയാം. Complaint software for PHI security. ഓക്കെ, അപ്പൊ ഒരു കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല് പരിപാലിക്കുന്ന എന്നാണ് അർത്ഥം വരുന്നത് കേട്ടോ, പാലിക്കുന്ന എന്നുള്ളത്. അപ്പോ കംപ്ലൈന്റ് സോഫ്റ്റ്വെയർ ആണ് HIPAA. ഓക്കെ, അപ്പോ HIPAA എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം ഒന്ന് എഴുതിയെടുക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് portability, health insurance portability, and accountability act. Okay, ഒന്നുകൂടി പറയാം. ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ഓക്കെ, അപ്പൊ നമ്മള് സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റയിൽ പറയുന്നത് HMSലൂടെ മെഡിക്കൽ റെക്കോർഡ്സുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ് ഒരു സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും അക്കൗണ്ടബിലിറ്റി ആക്ട് ACT ആക്ട്. അപ്പോ നമ്മൾ പറഞ്ഞു സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. ഇതിൽ പറയുന്നത് എന്താണ്, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ സുരക്ഷിതമായിട്ട് HMSലൂടെ സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോ ഇങ്ങനെ ഈ ഒരു നിയമത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഏതാണ് ആ നിയമം? ഒരു സോഫ്റ്റ്വെയറിന്റെ അല്ലെ. ഏതാണ്? HIPAA, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ആ നിയമത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, ഈ നിയമപ്രകാരമാണ്, നിയമം പറയുന്നതനുസരിച്ചിട്ടാണ് നമ്മള് ഹെൽത്ത് റെക്കോർഡുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നത്. ഓക്കെ, അപ്പോ HMSലൂടെ മെഡിക്കൽ റെക്കോർഡുകൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊരു നിയമത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? HIPAA, ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. You can have easy entrance to the all patient related data on a system using an HMS. You can also approach data such as patient history, doctors engaged test result, billing details, and much more with just a few clicks. അപ്പോ മൂന്നാമത്തെ പോയിന്റ് ഇംപ്രൂവ്ഡ് പേഷ്യന്റ് എന്താണ്? ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റ അല്ലെ. നമുക്ക് ഏത് ടൈമിലും നമുക്ക് പേഷ്യൻസിന്റെ ഡാറ്റകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? ഓക്കെ, ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് ചില വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഏതൊക്കെയാണ്? പെട്ടെന്ന് തന്നെ ഡോക്ടർമാർക്ക് രോഗിയുടെ രേഖകളിലേക്ക് കടക്കാനായിട്ട് പറ്റും അല്ലെ. HMSലൂടെയും ഡോക്ടേഴ്സിന് ഏതെങ്കിലും രോഗിയുടെ ഡാറ്റ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഏതാനും ക്ലിക്കുകൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ രോഗിയുടെ ഹിസ്റ്ററി അറിയാനായിട്ട് പറ്റുന്നുണ്ട്. പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി, അതുപോലെ എന്താണ് ഏത് ഡോക്ടേഴ്സ് ആണ് ഇപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് അതറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ടെസ്റ്റ് റിസൾട്ടുകൾ, അതിന്റെ റിപ്പോർട്ടുകൾ, ബില്ലിംഗ് ഡീറ്റെയിൽസുകൾ, ഇതൊക്കെ ഏതാനും ക്ലിക്കുകളിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് ഇംപ്രൂവ്ഡ് ആക്സസ് ടു പേഷ്യന്റ് ഡാറ്റയിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ജസ്റ്റ് ആ 3 പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പിന്നെ കൺസെപ്റ്റ് മാത്രം ഒന്ന് പഠിക്കാം കേട്ടോ, എന്താണെന്നുള്ളത്. അതുപോലെ HIPAA ഫുൾ ഫോം നിർബന്ധമായിട്ട് പഠിച്ചു വെക്കാം, ഇമ്പോർട്ടന്റ് ആണ്. മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. വായിച്ചു കഴിഞ്ഞാൽ തമ്പിടാം. ഓക്കെ, ക്ലിയർ ആയോ?
നെക്സ്റ്റ് നോക്കാം കേട്ടോ. റെഡ്യൂസ് ടേൺ അറൗണ്ട് ടൈം. Streamline your hospital workflow by automating routine jobs like appointment or staff management. This decreases in time and effort required to perform these jobs and the turnaround time. It also helps hospital staff to focus on more critical patient care areas. Okay. So, ഇവിടെ പറയുന്നത് ആറാമത്തെ പോയിന്റിൽ പറയുന്നത് നാലാമത്തെ പോയിന്റിൽ പറയുന്നത് റെഡ്യൂസ് ടേൺ അറൗണ്ട് ടൈം. ഓക്കെ, അതെങ്ങനെയാണ് നമുക്കറിയാം. ഈ എന്താണ് HMSലൂടെ പല കാര്യങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകളുടെ ജോലി അല്ലെ കുറയോ അല്ലെങ്കിൽ കൂടോ? എന്താണ് അഭിപ്രായം? HMSലൂടെ എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയിലും എന്താണ് ഇങ്ങനെയുള്ള മൊഡ്യൂളുകള് അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിലൂടെ സ്റ്റാഫുകളുടെ അല്ലെ ജോലി കുറയാൻ സാധ്യതയുണ്ട് അല്ലെ? കുറയും, സാധ്യതയല്ല കുറയും അല്ലെ? ഓക്കെ, അവരുടെ ജോലി എളുപ്പമാകാനായിട്ടും എറേഴ്സ് കുറയ്ക്കാനായിട്ടും ഈ HMS സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റാഫുകൾക്ക് എന്താണ് കൂടുതൽ നേരം ആരുടെ കൂടെ അവർക്ക് എന്താണ് കെയർ കൊടുക്കാൻ പറ്റും, ആർക്ക് വേണ്ടി കെയർ കൊടുക്കാനായിട്ട് പറ്റും? പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലെ? ഇങ്ങനെ HMSലൂടെ അവരുടെ ജോലിഭാരം കുറയും. അതുപോലെ തന്നെ അവർക്ക് കുറെ ടൈമുകൾ കിട്ടുന്നുണ്ട്, ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ? അതുമൂലം പേഷ്യൻസിന്റെ കൂടെ ഇരുന്നു കൊണ്ട് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള കെയർ കൊടുക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. ഇതാണ് അവിടെ പറയുന്നത് റെഡ്യൂസ്ഡ് ടേൺ അറൗണ്ട് ടൈം. ക്ലിയർ ആയോ? ഇനി നെക്സ്റ്റ് ആണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. നോക്കാം നമുക്ക്. ഇൻട്രൊഡ്യൂസിങ് ആൻ HMS can lead to significant cost saving for hospitals. It helps by reducing administrative overhead, enhancing resources allocation, and reducing the wastage of medical supplies. And HMS can also maximize revenue streams by making sure timely billing and reducing claim denials. എന്താണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാല്? HMS ചില കാര്യങ്ങളില് കോസ്റ്റ് സേവിങ് നടത്തുന്നുണ്ട്. എങ്ങനെയാണ് നോക്കിയേ? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ചുരുക്കുന്നു, റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പൊ എന്തായിരിക്കാം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാല്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കോസ്റ്റ്, അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലില് ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകളെ ചുരുക്കാനായിട്ട് HMS സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് കൃത്യമായിട്ടുള്ള റിസോഴ്സസുകൾ അലോക്കേഷൻ നടത്തി മെഡിക്കൽ സപ്ലൈസുകൾ പാഴാക്കാതെ എന്താണ് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താണ് ഈ സിസ്റ്റം നമുക്കറിയാം കുറെ അധികം എക്യുപ്മെന്റ്സിന്റെയോ അല്ലെങ്കിൽ കുറെ അധികം എന്താണ് എക്യുപ്മെന്റ്സിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കാരണം HMSലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാ ജോലികളും പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് പറ്റും അല്ലെ? ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. വേറെ കുറെ അധികം എക്യുപ്മെന്റ്സിന്റെ ആവശ്യം അവിടെ വരുന്നില്ല HMS ഉള്ളത് കൊണ്ട് തന്നെ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയുന്നത് കൃത്യമായിട്ടുള്ള റിസോഴ്സസുകൾ അലോക്കേഷൻ നടത്തി മെഡിക്കൽ സപ്ലൈസ് പാഴാക്കാതെ ഈ ഒരു സിസ്റ്റം അനുസരിച്ച് നമുക്ക് അധികം എക്യുപ്മെന്റ്സിന്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് കോസ്റ്റ് അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസസുകളെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന കോസ്റ്റുകളാണ് കുറയ്ക്കാനായിട്ട് HMSലൂടെ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഇന്റലിജന്റ് അനലിറ്റിക്സ് വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. ആൻഡ് HMS can give valuable insights regarding operations by generating
real-time reports on various metrics such as a patient flow, occupancy rate, and income generation. This helps you to make data-driven decision, improve the process, and optimize resources. അപ്പോൾ ആറാമത്തെ പോയിന്റിൽ പറയുന്നത് ഇന്റലിജന്റ് അനലിറ്റിക്സ് ആൻഡ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. അതായത് ധാരാളം റിപ്പോർട്ടുകൾ HMS-ലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ആ റിപ്പോർട്ട്സുകൾ എന്ന് പറഞ്ഞാല് പേഷ്യന്റിന്റെ വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ് എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ അവിടെ വരുന്ന ഇൻകം, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഫിറ്റ് എത്രയാണ്, അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ നമുക്ക് HMS-ലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ പല കാര്യങ്ങളും ഈ സിസ്റ്റം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പേഷ്യൻസിന്റെ വർക്ക് ഫ്ലോ, അതുപോലെ തന്നെ ബെഡ് ഒക്യുപ്പൻസി റേറ്റ്, ബെഡ് എത്രത്തോളം അവൈലബിൾ ആണ്, അങ്ങനെയുള്ള പല ഡീറ്റെയിൽസുകൾ, റിപ്പോർട്ടുകൾ നമുക്ക് HMS-ലൂടെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻകം എത്രയാണ് വന്നിട്ടുള്ളത്, ഈ വർഷം ഹോസ്പിറ്റലിന് എത്രത്തോളം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും ഇതിലൂടെ ചെയ്യുന്നത് HMS വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, 3 പോയിന്റ് ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ അല്ലേ? ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. എങ്ങനെയുണ്ട് ചാപ്റ്റർ? ബോറടിക്കുന്നുണ്ടോ? ബോറടി ആണല്ലേ? ഇല്ല. ഓക്കെ, ഇനി വരുന്ന ഇതൊന്നും കുഴപ്പമില്ല, ബെനഫിറ്റ് ഒന്നും കുഴപ്പമില്ല. ഈ ഒരു 2-3 പേജ് കഴിയുമ്പോഴത്തേനും ഒരു EHR നമ്മൾ പഠിച്ചില്ലേ? EHR ചെറുതായിട്ടല്ലേ? ഓക്കെ, ബോറടി ആണ്, ഇത്തിരി ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണല്ലോ. EHR വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്സ്, അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. EHR അത്രയും കുഴപ്പമില്ല, കമ്പാരിസൺ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് അത് മനസ്സിലാക്കി എടുക്കാനായിട്ട്. ഓക്കെ, ഇതൊക്കെ ശ്രദ്ധിക്കാം. ബാക്കി പോർഷൻസ് ഒക്കെ വേഗം പൊക്കോളും. ഓക്കെ, ഇനി നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആണ്. അത് ഇതിനും നല്ല ബോറടിയാണ്. എല്ലാ വരിയിലും നമ്മൾ ക്വാളിറ്റി മാനേജ്മെന്റ് പഠിച്ചില്ലേ? അപ്പൊ എന്താണ് എല്ലാ വരിയിലും എന്താണ്? ക്വാളിറ്റി എന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ആ ചാപ്റ്ററിലും എല്ലാവരെയും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപോലെയാണ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ വരും. പേടിപ്പിക്കാൻ പറയുന്നതല്ല, നമ്മൾക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. ജസ്റ്റ് ഓക്കെ, മിസ് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നുമില്ലല്ലോ? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ.